ഹായ് എവരിബഡി, മോളീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മഷ്റൂം ക്രീമി സൂപ്പാണ്. ഇതിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണെന്നും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. ഈ കൂണ് ആദ്യമായിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനായി ഓരോ കൂണിൻ്റെയും മുകളിൽ കാണുന്ന തണ്ട് താഴത്തെ പോർഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊക്കി ഇങ്ങനെ എടുക്കാം. അതിനുശേഷം കൈകൊണ്ട് അതിൻ്റെ സ്കിൻ മുഴുവനും നന്നായിട്ട് പീൽ ചെയ്ത് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം റണ്ണിങ് വാട്ടറിൽ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം. വെള്ളത്തിലിത് സോക്ക് ചെയ്ത് ഒത്തിരി സമയം വയ്ക്കരുത്, കാരണം കൂൺ പെട്ടെന്ന് വെള്ളം അബ്സോർവ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ഈ കഴുകിയെടുത്ത കൂണ് വളരെ ചെറിയ പീസുകളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാമോളം കൂണാണ് ഇതുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ ഒലിവ് ഓയിലേക്ക് ഞാനൊരു 25 ഗ്രാം സോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായ ശേഷം അതിലേക്ക് നമ്മൾ വളരെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി വളരെ ചെറിയ പീസായി അരിഞ്ഞിരിക്കുന്ന കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മഷ്റൂമിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, പൊട്ടാസ്യം, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് കൂണ്. ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയ ശേഷം നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മഷ്റൂം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 13 മിനിറ്റ് സമയത്തോളം എനിക്ക് ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിനായിട്ട് എടുത്തു. ലാസ്റ്റായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് ഓഫ് ചെയ്യുകയാണ്.
നല്ലൊരു അടിപൊളി മഷ്റൂം ക്രീമി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെയും ടേക്ക് കെയർ.